ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക തെളിവുകൾ കിട്ടിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒന്നല്ല ഒരുപാട് സ്ത്രീകളെ അങ്ങനെ കാണാതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു ജൈനമ്മ. അതൊരു തുടക്കമായിരുന്നു. ആ കേസിൽ ഈ നിർണായക തെളിവുകൾ കിട്ടുമ്പോൾ അത് എത്രത്തോളം ഈ തിരോധാന കേസുകളിലാകെ പ്രധാനപ്പെട്ടതാണ്? എന്തൊക്കെയാണ് ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ശ്രീജ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ചില രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട DNA പരിശോധന നടത്തിയിരുന്നു. അതിന്റെ വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള DNA പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ രക്തക്കറയുടേത് കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ അസ്ഥി കഷ്ണങ്ങളുടേത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല തെളിവുകളുടെയും DNA പരിശോധന നൽകിയിട്ടുണ്ട്. ഇതിലാണ് ഈ ജൈനമ്മയുടെ സഹോദരന്റെ രക്തസാമ്പിളുമായി ഈ ഇവിടെയുള്ള രക്തസാമ്പിൾ ചേർന്നിരിക്കുന്നു എന്ന വളരെ ഗൗരവമേറിയ വിഷയം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സംബന്ധിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് അനൌദ്യോഗികമായി ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണിത്. ഈ കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ നിർണായകമാണ്. പക്ഷേ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു കൊലപാതകം തന്നെയാണോ, ഡിഫൻസിന് മറ്റു പല വാദങ്ങളും ഉന്നയിക്കാം. അതുകൊണ്ട് തന്നെ ഈ അസ്ഥി കഷ്ണങ്ങൾ അത് ആരുടേത് എന്ന DNA ഫലം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇനി മാറേണ്ടത്. അതിനായി സംഘം കാത്തിരിക്കുകയാണ്. ഇന്നലെയാണ് സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ അയാളെ റിമാൻഡിലേക്ക്, ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ സ്വർണം, ഈ പണയം വെച്ച സ്വർണം അത് ജൈനമ്മയുടേതാണ് എന്ന സ്ഥിരീകരണം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ ഒരു നിലയിൽ ഈ ഒരു റിപ്പോർട്ട് വളരെ ഗൗരവമേറിയതാണ്. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക തെളിവുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. രക്തക്കറ ജൈനമ്മയുടേതാണ്. സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിറ്റതും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ തിരോധാന കേസുകളിൽ ആകെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.